രാഹുലെ, സിൽവർ ജൂബിലി കൃത്യമായി പറഞ്ഞാൽ 25 വർഷം ജൂബിലി ആഘോഷിക്കേണ്ട ഒരു വേളയിലാണ് പത്തനാപുരം കൈവിട്ട് പത്തനാപുരത്തിൻ്റെ രാജകുമാരൻ പടിയിറങ്ങുന്നത്. വളരെ ദയനീയമായ ഒരു പടിയിറക്കം. ഓവർ കോൺഫിഡൻസുകൾ ഉണ്ടായിരുന്നു. പത്തനാപുരം എൻ്റെ കോട്ടയാണ്, ഞാനേ ജയിക്കുമെന്ന്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല എന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ 5 വർഷക്കാലത്തെ യാതന അല്ലെങ്കിൽ 5 വർഷക്കാലത്തെ സഹനം പത്തനാപുരം എന്ന് പറയുന്ന ഉരുക്കു കോട്ടയെ അദ്ദേഹത്തിന് മുൻപിലേക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി 5 വർഷക്കാലം ജ്യോതികുമാർ ചാമക്കാലയുടെ കൈകളിൽ പത്തനാപുരം ഭദ്രമാണ്. അപ്പോഴും എന്നെപ്പോലെ എല്ലാ രാഷ്ട്രീയ വശങ്ങളിലേക്കും നോക്കുന്ന അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയത്തിൻ്റെ വശങ്ങളും കണ്ടറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്ന ചില സംശയങ്ങളുണ്ട്. പത്തനാപുരത്തെ ഇത്രയധികം സ്നേഹിച്ച അല്ലെങ്കിൽ പത്തനാപുരത്തിന് ഇത്രയധികം പ്രാമുഖ്യം കൊടുത്തിരുന്ന ഗണേഷ് കുമാർ എങ്ങനെ തോറ്റു? ആ തോൽവിക്ക് പിന്നിലെ കാരണം എന്താണ്? ഈ 5000 പ്രണയ കാമുകിമാരുണ്ടായിരുന്നല്ലോ, അതിലൊരു കാമുകിയായിരുന്നു തോന്നുന്നു ഈ പത്തനാപുരം എന്ന് പറയുന്നത്. അപ്പം അവർ തമ്മിലൊന്ന് ബ്രേക്കപ്പ് ആയതാ. ഇനി അവർ ഒന്നിക്കുമല്ലോ എന്നൊക്കെ കാലം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ എല്ലാ ചാനലുകളും എല്ലാ സാറ്റലൈറ്റ് ചാനലുകളും മറ്റ് ചാനലുകളും എല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരാളാണ് ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്നത്. അത് ഗണേഷ് കുമാറിനെ അത്രത്തോളം പൊക്കാൻ പറ്റുന്നതിൻ്റെ പീക്കിൽ കൊണ്ടെത്തിച്ചു. കേരളത്തിലെ ഏറ്റവും നല്ല മന്ത്രി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KB ഗണേഷ് കുമാർ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് പുള്ളിയുടെ PR വർക്കുകൾ കൊണ്ടൊക്കെ എത്തിച്ചു. പക്ഷേ സ്വന്തം മണ്ഡലത്തിൽ എന്തു പറ്റിയെന്ന് ആലോചിച്ചു. സ്വന്തം മണ്ഡലത്തിലല്ല, KB ഗണേഷ് കുമാർ തോറ്റ സാഹചര്യത്തിൽ എവിടേക്കാണ് ആഘോഷം നടക്കുന്നത്? എനിക്ക് തന്നെ അറിയാൻ വയ്യ. NSS ആസ്ഥാനത്ത് ആഘോഷം നടക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നു. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം കൂടെ പൊങ്കാലയിടുന്നു. ഈ ബസ് ഡ്രൈവർമാരെല്ലാം കൂടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു. എന്താണ് ഈ കൊച്ചി കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിൻ്റെ ഗതാഗത മന്ത്രിയായിരുന്നു, ലൈസൻസ് ഇല്ലാത്ത വ്യാജ ലൈസൻസ് ഉള്ള ഗതാഗത മന്ത്രി അവസാനം എവിടെയെന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ ദുബായിലേക്ക് പറന്നുവെന്നാണ് ഇപ്പോൾ വിശ്വസനീയമായ കേന്ദ്രങ്ങൾ പറയുന്നത്. എന്താണെങ്കിലും അദ്ദേഹത്തിന് ദുബായിൽ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതൊക്കെ അവിടെ കിട്ടാം. പക്ഷേ നമ്മൾ ഈ ജ്യോതികുമാർ ചാമക്കാലയുടെ ചെയ്ത പണിയെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. ഒരാൾ തോറ്റതിന് ശേഷം 5 കൊല്ലം അവിടെ നിന്ന് മത്സരിക്കുക. പാർട്ടി നേതൃത്വങ്ങൾ, അതായത് അദ്ദേഹത്തിനോട് സ്നേഹമുള്ള പല നേതാക്കന്മാരും പറഞ്ഞു, പത്തനാപുരത്ത് നിന്ന് മാറ്, പെട്ടെന്ന് വിജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഞങ്ങൾ തരാം, അവിടെ പോയി പണിയെടുക്കുക എന്നെല്ലാം പറഞ്ഞു. പത്തനാപുരം അല്ലെങ്കിൽ വേറൊരു മണ്ഡലവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഉറച്ച ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ പണിയെടുത്തു. തോറ്റതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കൃത്യമായിട്ട് പണിയെടുക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ഓടി നടന്ന് ഒരു മരണ വീട് പോലും ഒഴിവാക്കാതെ, ഒരു കല്യാണ വീട് പോലും ഒഴിവാക്കാതെ, എല്ലാ മനുഷ്യരുടെയും സുഖത്തിലും ദുഃഖത്തിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് അവിടുത്തെ ഏതെങ്കിലും കോൺഗ്രസിലെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞാൽ ഓടി അവിടേക്ക് എത്തുക. ആരെങ്കിലും കാണണമെന്ന് പറഞ്ഞാൽ ഓടി അവിടെ ചെന്ന് അവരെ കാണുക. ആ രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി മാറ്റി. നമ്മളിപ്പോഴും പറയും CR മഹേഷിൻ്റെ കാര്യം. CR മഹേഷ് എങ്ങനെയാണ് താഴെ തട്ടുള്ള ജനങ്ങളെ കണ്ട് പ്രവർത്തിച്ചത് എന്ന്. അതേപോലെയാണ് ജ്യോതികുമാർ ചാമക്കാല അവിടെ നിന്ന് പണിയെടുത്തത്. ഗണേഷ് കുമാറിനുണ്ടായിരുന്ന 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 14,000 കുറച്ചു. ഇത്തവണ 8,300 മുകളിലുള്ള ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. ഈ 8,000 എന്ന് ഞാൻ ജ്യോതികുമാർ ചാമക്കാലയെ കണ്ട സമയത്ത്, ഇതിനു മുമ്പിട്ട് ഞാൻ ഇടയ്ക്ക് പത്തനാപുരത്ത് മുമ്പ് അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു സാഹചര്യം? എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു, 8,000 വോട്ടിനും 12,000 വോട്ടിനും ഇടയിൽ ഞാൻ ജയിച്ചിരിക്കും. മറ്റൊരു തരംഗമാണെങ്കിൽ അതിലും കൂടാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് 25 കൊല്ലത്തെ കണക്കുകൾ, അത് ഓരോ പഞ്ചായത്തിലെയും ഓരോ ബൂത്തിലെയും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ സഹിതം ഉള്ള നേതാക്കന്മാരെ ഞാൻ അധികം കണ്ടിട്ടില്ല. അല്ല രാഹുൽ, എനിക്കൊരു സംശയം വരുന്നത്, മറ്റൊരു തരംഗം ഈ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു എന്ന് പറയുന്ന ആ മറ്റൊരു തരംഗം അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു UDF തരംഗമാണ്. അപ്പോൾ ഈ UDF തരംഗം വരുമ്പോൾ ഇപ്പോൾ കിട്ടുന്നതിലും കുറച്ചുകൂടി ഭൂരിപക്ഷം കിട്ടേണ്ടതല്ലേ? പത്തനാപുരം മണ്ഡലത്തിൽ അങ്ങനെ UDF തരംഗങ്ങൾ നിലനിൽക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് പോലെ ഗണേഷ് കുമാറാണ് അവിടെ മത്സരിക്കുന്നത്. തോറ്റുവെങ്കിലും അദ്ദേഹത്തെ ഭയക്കണമെന്നാണോ? അതെ, അല്ല, തോറ്റുമെങ്കിൽ ഭയക്കണമെന്നല്ല.
ഇപ്പോൾ ഗണേഷ് കുമാർ ഈ 25 കൊല്ലമായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുള്ളൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പോകുന്ന വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒരു 50 മീറ്റർ കൂടുമ്പോൾ എൻ്റെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാം. പത്തനാപുരം എൻ്റെ സ്വന്തമാണ്, ഞാൻ പറയുന്നതേ പത്തനാപുരത്തുകാർ കേൾക്കൂ. കുറച്ച് ധാർഷ്ട്യം ഉണ്ടായിരുന്നേ, നമ്മൾ മറക്കരുത്. അപ്പോൾ എന്താണെങ്കിലും ജ്യോതികുമാർ ചാമക്കാല അവിടെ 5 കൊല്ലം പണിയെടുത്തിന് അയാൾ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ കൂടെ ഫലമാണ്. അപ്പോൾ അതുകൂടാതെ മറ്റൊരുപാട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഫാക്ടർ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഗണേഷ് കുമാർ തോൽക്കാനുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് ഇത്രയേറെ വിവാദങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ അവിടുത്തെ CPM ഏറ്റവും കൂടുതൽ ആരോപിക്കുന്ന വിഷയം എന്ന് പറയുന്നത് BJPയുടെ വോട്ടുകൾ എവിടെ പോയി? BJPക്ക് 7000 വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി BJPയുടെ 5000 വോട്ടുകളെ പോയി, അല്ലെങ്കിൽ 7000 വോട്ട് അവിടെ പോയി. 7000 വോട്ടിനല്ലല്ലോ അയാൾ ജയിച്ചത്. അയാൾ ഭൂരിപക്ഷം തന്നെ 8000 ഉണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 14000 വോട്ടിൻ്റെ ഭൂരിപക്ഷവും കടന്ന് 8000 വോട്ടുകൾ കൂടെ ചേർക്കണമെങ്കിൽ 10,24,000 30,000 വോട്ട് അദ്ദേഹം മറിച്ചിട്ടുണ്ടാകണം. 10,25,000 വോട്ട് അദ്ദേഹം മറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ വോട്ടുകൾ തന്നിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഗണേഷ് കുമാർ എന്ന് പറയുന്ന അതികായനായിട്ടൊരു നേതാവ്. അവിടെ ഞാൻ കണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ആലുവയിൽ തന്നെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെയുള്ള മനുഷ്യർ പറഞ്ഞത് ഗണേഷ് കുമാറിനെ അടിച്ചോടിക്കണമെന്നാണ്. ആലുവയിലുള്ള ഒരാൾക്ക് അത്രയേറെ വികാരമുണ്ടെങ്കിൽ പത്തനാപുരത്തുള്ള ഒരാളുടെ വികാരം ഒന്ന് ആലോചിച്ചു. ആലുവയിൽ നിന്നല്ല, ഞാൻ ഏകദേശം 3-4 ഇടങ്ങളിൽ പറയും. ഞാൻ കുണ്ട്ര പോയിരുന്നു, പത്തനാപുരം പോയിരുന്നു, അതുപോലെ തന്നെ ആലുവ ഞാൻ പോയിരുന്നു, അങ്കമാലി പോയിരുന്നു. ഇവിടെ എല്ലാം തന്നെ ഈ പറയുന്ന ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കും താല്പര്യമില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ, വോക്സ് പോപ്പിൻ്റെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എങ്ങനെയാണ് പത്തനാപുരത്ത് 5000 കാമുകിമാരുടെ കാമുകൻ പച്ച തൊടുമോ എന്നാണ് ചോദിച്ചത്. എന്താണെങ്കിലും അല്ല, 5000 കാമുകിമാരൊക്കെ അതിൻ്റെ മറ്റൊരു ഡയമെൻഷനാണെന്ന് മാത്രമേ എനിക്കുള്ളൂ. അതായത് അതെല്ലാം ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അഡ്വാൻസ് ആയിട്ട് വന്ന കാര്യങ്ങളാണ്. NSSുമായിട്ടുള്ള വിഷയം 50 ലക്ഷത്തിന് തീരേണ്ട ഒരു പരിപാടിയാണ്. 1 കോടി രൂപ കൂട്ടിക്കോ നിങ്ങൾ. 4.5 കോടി രൂപയാണ് പത്മ കഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതി വാങ്ങിച്ചത്. അതിന്റെ പേരിലാണ് 13 പേര് കമ്മിറ്റികൾ ഒന്നിച്ച് ഗണേഷ് കുമാറിനെ NSSൽ നിന്നും പുറത്താക്കുന്നത്. NSSന്റെ മുഴുവൻ വോട്ടുകളും ഏകീകരിച്ചു എന്ന് കൃത്യമായിട്ടുള്ള വാദം എനിക്കില്ല. NSSന്റെ കുറച്ച് വോട്ടുകൾ ഏകീകരിച്ചു. അതായത് ആന്റി ഗണേഷ് കുമാർ ഫാക്ടർ അവിടെ ഉണ്ടായി NSSൽ നിന്ന്. അതേപോലെ തന്നെ അവിടുത്തെ വണ്ടിക്കാർ, ഓട്ടോ ഡ്രൈവർമാർ, ബസ് ഡ്രൈവർമാർ, അതേപോലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, ഇവരെല്ലാം ഒന്നിച്ചു നിന്നതിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഗണേഷ് കുമാർ തോറ്റത്. അത് നമ്മൾ ചെറുതായി കാണുന്നത്. വണ്ടി ഓടിക്കുന്നു ഓട്ടോക്കാർ CI2 ആണെങ്കിലും INTUC ആണെങ്കിലും ഏത് പാർട്ടിയിൽ നിൽക്കുന്നവരാണെങ്കിലും അടിയൊഴുക്ക് ഗണേഷ് കുമാറിനെതിരായിരുന്നു. നമ്മൾക്കറിയാം, ക്ഷേമനിധി എന്ന് പറയുന്നൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഓട്ടോ ഓടിക്കുന്ന എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു ചേട്ടനുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാണ്, നാളെ വണ്ടി ഇറക്കണമെങ്കിൽ കുടുംബം പണയം വെക്കേണ്ട അവസ്ഥയാണ്. 10 വർഷത്തെ ക്ഷേമനിധി പുതുക്കണം എന്നാൽ മാത്രമേ വണ്ടി ടെസ്റ്റിന് ഇറക്കാൻ പറ്റുമെന്ന്. അല്ല, പുതിയ ക്ഷേമനിധി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അടി തന്നെയായിരുന്നു. കാരണം ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഡ്രൈവർ ഉണ്ടെങ്കിൽ, ഡ്രൈവർ തന്നെയാണ് ഓണറെങ്കിലും വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ക്ഷേമനിധിയും അടയ്ക്കണം, ഓണറുടെ ക്ഷേമനിധിയും അടയ്ക്കണം, വാഹനത്തിൻ്റെ ക്ഷേമനിധി അടയ്ക്കണം. അങ്ങനെ പല ക്ഷേമനിധികളെല്ലാം കൂടി ചേർന്ന് ഈ പറയുന്ന വാഹന ഉടമകളെ ഞെരുക്കുന്നൊരവസ്ഥയായിരുന്നു. ഈ ക്ഷേമനിധി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. ഒരു കാലഘട്ടത്തിന് ശേഷം അവസാനിച്ച സാധനമാണ്. വീണ്ടും കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. നാളെ ഇപ്പോൾ UDF സർക്കാർ വന്നു, ഈ ക്ഷേമനിധി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ? അപ്പോൾ അടച്ചന്മാരെല്ലാം മണ്ടന്മാരാവത്തില്ലേ? അതേപോലെ തന്നെ ബസ്, ഒറ്റയടിക്ക് ബസ്സിലെല്ലാം വെള്ള പെയിൻ്റ് ആയിരിക്കണം, ഒറ്റ കളർ ബസ്സുകൾ മാത്രം, വെള്ള കളർ ബസ്സുകൾ മാത്രം. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്കും പുതിയ നിയമം കൊണ്ടുവരികയാണ്, നിങ്ങൾക്ക് കളർ അടിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ തന്നാൽ മതിയെന്ന്. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുക്കണം, 1 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതേപോലെ സാധാരണപ്പെട്ട മനുഷ്യനെ ഊറ്റിക്കുടിച്ച ഗതാഗത മന്ത്രിയായിട്ട് ആ വിഭാഗത്തിലുള്ള എല്ലാ മനുഷ്യരെയും രക്തമൂറ്റി കുടിച്ച ഒരാളുണ്ടെങ്കിൽ അത് KB ഗണേഷ് കുമാറാണ്. ഇത് സാധാരണപ്പെട്ട ഡ്രൈവർമാരായിട്ടുള്ള, സാധാരണപ്പെട്ട വാഹനങ്ങളുടെ ഉടമകളായിട്ടുള്ള അങ്ങനെയുള്ള 1000 മനുഷ്യർ, ഓട്ടോ തൊഴിലാളികൾ, അങ്ങനെയുള്ള 1000 മനുഷ്യരുടെ വോട്ടുകൾ
കൂടിച്ചേർന്നാണ് ഗണേഷ് കുമാറിന് എതിരായിട്ട് വന്നത്. ഇപ്പോൾ ഗണേഷ് കുമാർ വലിയ മന്ത്രിയൊക്കെ ആയിരിക്കാം, PR വർക്കുകളിലൂടെ കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിയായിരിക്കാം. ആ വകുപ്പിൻ്റെ താഴെയുള്ള മനുഷ്യർ, ആ വകുപ്പ് കാരണം ബുദ്ധിമുട്ടുന്നത് സാധാരണപ്പെട്ട മനുഷ്യരാണ്. ഇപ്പോൾ ഊബർ അല്ലെങ്കിൽ ഓല അതേപോലെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകൾ കൃത്യമായിട്ട് നിയന്ത്രിച്ച്, അതും ഈ സാധാരണപ്പെട്ട ഓട്ടോ തൊഴിലാളികളുണ്ടല്ലോ, അവരെയും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് സർക്കാർ പദ്ധതികൾ ഉണ്ടാക്കണം. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇതറിയാത്ത ചില മനുഷ്യരുണ്ടാകാം. അവർ കാലങ്ങളായിട്ട് ഈ ഓട്ടോ തിള്ളി നീക്കിയായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ എല്ലാ റൂട്ടിലൂടെയും ബസ്സാണ്, തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ റൂട്ടിലൂടെയും ബസ്സുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഓട്ടോക്കാർക്ക് പണിയില്ല, തൊഴിലില്ല. ഇപ്പോൾ ഓട്ടോ ജീപ്പെല്ലാം ഇപ്പം ഇല്ലാതായി. നമ്മുടെ പഴയ കാലത്ത് ഓട്ടോയും ജീപ്പും 5 രൂപ 10 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൊക്കോണ്ടിരുന്ന ജീപ്പെല്ലാം നിരോധിച്ചു. ഇപ്പോൾ ഓട്ടോകൾ മാത്രമാണ്. ഓട്ടോ കൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം 100 രൂപ കിട്ടാത്തതുകൊണ്ട് ഓട്ടോ ഓടാൻ പോകാത്ത ആളുകളുണ്ട് ഇപ്പോഴും. 100 രൂപ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. പെട്രോൾ അടിക്കാനുള്ള കാശ് പോലും ഓട്ടോയ്ക്കകത്ത് കിടന്ന് ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയുള്ള എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? 1000 രൂപ അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ ചിലർ പണയത്തിനെടുത്തായിരിക്കും ഓട്ടോ കൊണ്ടുവന്നത്. 350 രൂപ 400 രൂപ പണയം കൊടുക്കണം. ബാക്കി വേണം ഓട്ടോ ഓടി കാശുണ്ടാക്കാൻ, ബാക്കി പെട്രോൾ അടിക്കണം. ആ പെട്രോളും ബാക്കിയെല്ലാം കഴിഞ്ഞ് ഒരു 100 രൂപ 200 രൂപ എടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഓട്ടോ തൊഴിലാളികൾക്കുള്ളത്. അവനന്ന് കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ അവന് 800 രൂപ 1000 രൂപ കിട്ടും. മേസ്തിരി പണിക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും തൊഴിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഓട്ടോ ഓടിക്കുന്നവൻ അനുഭവിക്കുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. കാലാകാലങ്ങളായിട്ട് അവർ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെ ഓട്ടോകളായിരിക്കും ഉള്ളത്. ചില സ്ഥലങ്ങളിലെ ഓട്ടോക്കാരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളാണ്. ചില സ്ഥലം എന്ന് പറഞ്ഞത്, ഞാൻ ആലുവയിൽ ഞാൻ ആദ്യമായിട്ട് ഓട്ടോ വിളിക്കാൻ പോകുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള അനുഭവമുണ്ട്. മോശം അനുഭവമാണ് ഈ ഓട്ടോക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. മിക്ക കളങ്ങളിലും ഉണ്ട് അങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കി. കാരണം ഇവർ തോന്നിയ വിലയാണ് ഈടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഓലയാണെങ്കിലും ഊബർ ആണെങ്കിലും ഇതെല്ലാം ജനപ്രിയമാകാൻ കാരണം? ഈ കൊടുക്കുന്നവന് ചെറിയ പൈസ കൊടുത്താൽ മതി. ഈ അല്ലാത്ത സാഹചര്യത്തിൽ ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഒരു ഓട്ടോ വിളിച്ച് പോയി കഴിഞ്ഞാൽ തോന്നിയ വിലയായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് 50 രൂപയാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് 100 രൂപ ആയിരിക്കും വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കുന്ന പല ഓട്ടോക്കാരുണ്ട്. അതെ, ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞാൽ ചിലപ്പോൾ 11-12 മണിയായിരിക്കാം, 2-3 മണിയായിരിക്കാം. അതിനനുസരിച്ച് അത്രയും വില കൂട്ടുന്ന ആളുകൾ 200-300 ഒക്കെ, അതായത് 50 രൂപയ്ക്ക് പോകുന്ന സ്ഥലത്തേക്ക് 200-300 രൂപയൊക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ട്. രാത്രി 1 മണിക്ക് 2 മണിക്ക് ഏരിയയാണെങ്കിൽ നമ്മൾ അവർ പറയുന്നതാണ് നമ്മൾ കൊടുക്കേണ്ട തുക. അതെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന, ഇതിനെ വിശ്വസിച്ചുകൊണ്ട്, ഇതിനെ ദൈവം പോലെ കരുതിക്കൊണ്ട്, ദൈവമേ എന്ന് വിളിച്ച് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി 10 മണിക്കും 11 മണിക്കും വീട്ടിൽ ചെല്ലുന്ന ആളുകളുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരുടെ മക്കളും അല്ലെങ്കിൽ ഭാര്യമാരും എല്ലാം വിശന്ന് വലഞ്ഞ് എന്താണ് കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. നാളത്തേക്കുള്ള അരി കൊണ്ടുവരുമോ എന്നുള്ള സാഹചര്യത്തിലായിരിക്കും. അപ്പോഴാണ് പെട്രോൾ അടിക്കാൻ പോലും കാശില്ലാതെ പോക്കറ്റിൽ 10-20 രൂപയായിട്ട് ഈ ഓട്ടോക്കാർ വീട്ടിൽ കയറി ചെല്ലുന്നൊരു സാഹചര്യമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള സാധാരണപ്പെട്ട മനുഷ്യരെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഇവിടുത്തെ സർക്കാരാണെങ്കിലും സിസ്റ്റങ്ങളാണെങ്കിലും അവരൊരുമിച്ച് നിന്നിട്ടാണ് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത മന്ത്രിയെ ഒന്നിച്ചു തോൽപ്പിച്ചത്. ഇത് ഒരു കൂട്ടം ആളുകളുടെ പ്രതിഷേധമാണ് ഗണേഷ് കുമാറിനുള്ള തോൽവി എന്ന് പറയുന്നത്. നമ്പർ 1 മന്ത്രിയെ നമ്പർ 1 ആയിട്ട് തോൽപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ നമ്പർ 1 ജനങ്ങൾ മണ്ടന്മാരാണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ അർഹിക്കുന്ന വിജയമല്ല എന്ന് പറയുന്ന സ്വരാജ് ഉണ്ടല്ലോ, ഇവർക്ക് കേൾക്കേണ്ടതാണ്, ഇവർക്ക് അറിയേണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ തോൽപ്പിച്ചതെന്ന്. ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ജനങ്ങൾ ഈ ഭരണ സംവിധാനത്തെ തോൽപ്പിച്ചത്.